വാ മോളെ, കഴിക്കാം. കഴിക്ക്. മോൾക്ക് ഇന്ന് ഏതോ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ മറ്റോ ഉണ്ടെന്ന് ഹരിയേട്ടൻ പറഞ്ഞായിരുന്നു. ഉണ്ട്. ഇവിടേക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ മോളെ? മോള് കഴിക്ക്. മോളുടെ പഠിപ്പും ബുദ്ധിയൊക്കെ വെച്ച് വിദേശത്ത് ഏതെങ്കിലും ഒരു നല്ല കമ്പനിയില് നല്ല ജോലിക്ക് ശ്രമിച്ചാ പോരെ? അതൊന്നും പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ലല്ലോ. അതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് ഏജൻസികളൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ. സൂരജ് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അവൻ അതിനൊന്നും പോകാനുള്ള ബുദ്ധിയോ മാർക്കോ ഒന്നുമില്ലല്ലോ. മോളൊന്ന് ചെന്ന് കിട്ടിയാ അവനെയും കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. സൂരജിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹ വിദേശത്തൊക്കെ പോയി പഠിച്ച് ഏതെങ്കിലും ഒരു വലിയ കമ്പനിയില് വലിയ ജോലിയൊക്കെ നേടണമെന്ന്. വിദേശത്ത് പോയി പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാനും പാസ്സാവാനും സാധിക്കണ്ടേ? അല്ല, ഇതൊക്കെ പറയാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് സൂരജ് എവിടെ പോയി? ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. നേരം വെളുത്ത് സൂര്യൻ ഉച്ചയിലെത്താറായി, ഇതുവരെ അവനെന്താ എഴുന്നേക്കാത്തെ? അവൻ രാത്രി കിടക്കാൻ ഒരുപാട് വൈകി. ജയിക്കാതിരുന്ന പരീക്ഷയെല്ലാം വീണ്ടും പഠിച്ചെഴുതാൻ വേണ്ടി കമ്പൈൻ സ്റ്റഡിക്ക് പോയിരിക്കുകയായിരുന്നു. അവന്റെ കമ്പൈൻ സ്റ്റഡി എവിടാന്നും എന്താന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതെന്താ ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? അവൻ എന്ത് നല്ല കാര്യം ചെയ്താലും ആരും അംഗീകരിക്കുന്നില്ലെന്നൊരു സങ്കടം അവനുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ വെറുതെ സങ്കടമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനൊരു നല്ല കാര്യം ചെയ്യുന്നു നമുക്ക് ബോധ്യപ്പെടണ്ടേ? സപ്ലി എഴുതാൻ പഠിക്കുന്നുണ്ടെങ്കിൽ പരീക്ഷ ഇത്തവണ പാസ്സാവണം. എന്റെ മോൻ പഠിക്കാത്ത ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ചോദിച്ചാ അവൻ പിന്നെ എന്ത് ചെയ്യും? ഇതും സൂരജ് പറഞ്ഞതായിരിക്കും അല്ലേ? മോളെ, കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ തന്നെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ? ഞാനിപ്പോ ഇറങ്ങാം. അപ്പോ മോൾ ഇന്റർവ്യൂവിന് പോവാൻ തന്നെ തീരുമാനിച്ചോ?